നമ്മളിന്നൊരു കിഡിലെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് സൂപ്പർ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടാണ്, അതായത് ബത്തക്ക വെച്ചിട്ടാണ്. ഞങ്ങളിവിടെ ബത്തക്ക എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ തണ്ണിമത്തൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഇതിന് നമുക്ക് ഡ്രിങ്ക് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെസേർട്ട് എന്ന് പറയാം. നമ്മൾ തണുപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചവ്വരിയാണ്, അതായത് സാഗോ സീഡ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ ഇതിന് സാവോനരി എന്നാണ് കേട്ടോ പറയാറ്. അപ്പം എല്ലാവരും ചവ്വരിയാണെന്ന് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചവ്വരി എന്ന് പറഞ്ഞത് കേട്ടോ. സാഗോ സീഡ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് സാധാരണ പോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ റെസിപ്പിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാലിൽ നേരിട്ട് ഈ ഒരു ചവ്വരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി. അപ്പോൾ അതിന് പശു ഒന്നുകൂടി കൂടും, പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഹാഫ് വേവിലൊന്ന് ആദ്യം വേവിച്ചിട്ട് ഒന്ന് വെള്ളം ഊറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ചവ്വരി ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് 1 കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചവ്വരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ സാധാരണയായി പായസത്തിന് റെഡിയാക്കുന്ന പോലെ കുറുകി വരണമെന്നില്ല. ഏകദേശം കുറച്ചൊന്ന് കുറുകി വന്നാൽ മതി. പാല് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിലേക്ക് കസ്റ്റാർഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് പാല് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വെക്കുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. അത്രയും മതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തണ്ണിമത്തനാണ് കേട്ടോ. നമ്മളിതിലേക്ക് തണ്ണിമത്തനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും ഈ ഒരു തണ്ണിമത്തനാണ്. നമ്മൾ സാധാരണയായി ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തണ്ണിമത്തൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഡെസേർട്ടിലോട്ട് തണ്ണിമത്തൻ ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഡെസേർട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്.
നമ്മൾ സാധാരണയായി ഫ്രൂട്ട് കസ്റ്റാർഡ് കഴിക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ഈ ഒരു ഡെസേർട്ടിന്. നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് തണ്ണിമത്തൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തണ്ണിമത്തൻ ക്രഞ്ചി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ വാട്ടർമെലൺ സാഗോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കസ്റ്റാർഡൊക്കെ ട്രൈ ചെയ്യുന്നതിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ തണ്ണിമത്തൻ കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് അതിന് കിട്ടുന്നത്. ചവ്വരിയും തണ്ണിമത്തനും കൂടി ഒന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.